ഇത് ദൈവം ഉണ്ടെന്ന് പറഞ്ഞ ഇതാടാ. എന്തായിരുന്നു ഇവിടെ? ഞാൻ ഒതുക്കി ആ CI മഹാദേവനെ. ഇപ്പൊ ചൊറിയും കുത്തിക്കൊണ്ട് വീട്ടിലിരിക്കും. അവന് എങ്ങനെയുണ്ട് വില കളക്ഷൻ? ആദ്യത്തെ ഷോയ്ക്ക് തന്നെ തിയേറ്റർ ഹൗസ്ഫുൾ. ഒറ്റയടിക്ക് 12 വേഴ്സല്ലേ ഇങ്ങനെ പോകുന്നത്. 12 വേഴ്സ്? എനിക്ക് അറിഞ്ഞൂടെ നീ മിടുക്കനാണെന്ന്. ഈശ്വര. ഗോപി നിന്റെയോ? അമ്മനത് പൊട്ടിച്ചടിക്കും. ഞാനിന്ന് കോടീശ്വരനാ. അതെനിക്ക് അറിഞ്ഞൂടെ. 200 രൂപയ്ക്ക് ബ്ലാക്ക് ടിക്കറ്റ് പോണോന്ന് കേട്ടു. ഇന്ന് നമുക്ക് പെരുന്നാളാക്കണം. നോക്കിയേ, ലോക്കപ്പൊക്കെ ഞാൻ തന്നെ ഡെറ്റോൾ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. ആഗസ്റ്റിനായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് അവൻ വഞ്ചിനാട് എക്സ്പ്രസിൽ കയറിയിട്ടുണ്ട്. 2 സൂട്ട് കേസെങ്കിലും അടിച്ചു മാറ്റായിരിക്കില്ല. ഹലോ, എന്താണ് കുമ്പാരി? സോറി സാർ, സൽകുന്നാണ് സാർ. സാർ, കരിമ്പുലിയോ? ഒരു ഫിലിം പുലിയുടെ ചീട്ട് കീറിച്ചതേ ഉള്ളൂ. ഇപ്പതേ കരിമ്പുലി. കരിമ്പുലി, 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 കരിമ്പുലി. സാർ, ഡിവൈഎസ്പി ബോംബെ അന്തേരി സൂപ്പർ മാർക്കറ്റിൽ ചോട്ടാ രാജനെയും കോഴിക്കോട് ആലുവ ബസാറിലിട്ട് ഒറ്റക്കണ്ണൻ നന്ദുനെയും തിരുവനന്തപുരം ചാലയിലിട്ട് റവഡി രാമിനെ ജീപ്പിൽ കയറ്റിയാണ് ഈ കരിമ്പുലി ആരുടെ? സാർ, ഡിവൈഎസ്പി. എല്ലാ തീവ്രവാദികളെയും എണ്ണി എണ്ണി ലോഡ് കണക്കിന് നടക്കും ഞാൻ. ഈ കരിമ്പുലി റേഞ്ചിൽ ഒരു കരിയില പോലെ ഇറങ്ങാൻ സമ്മതിക്കില്ല ഞാൻ. ലോക്കപ്പിൽ എത്ര പ്രതികളുണ്ട്? 7 പേരുണ്ട്. ഇവിടുത്തെ കള്ളന്മാർ റവഡികളും പോക്കറ്റ് ഇടുകാരും തീർത്ഥാടനത്തിന് പോയോ? അവരെല്ലാവരും തിരിച്ചു. തീവ്രവാദികളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ കിട്ടണം. എന്റെ കൈകൾ ഇത് ആരോടെ കൊണ്ടുവച്ച? ഞാനല്ല സാർ. അല്ല സാറേ, അത് പിന്നെ സാർ. ഇതെന്താണോ? ഞാനാ. ഇതോ ചിത്രഭൂമി. വെള്ളി നക്ഷത്രം ഉണ്ട് സാർ. ഇതെന്താണോ? വായനശാലയിലെ പെട്ടിക്കണോ? സാർ, ഡിവൈഎസ്പി. ഇതെല്ലാം മഹാദേവ് സാറിന്റെ ഫയലുകളാണ്. CI മഹാദേവൻ. അവന്റെ നട്ടലൊടിച്ചിട്ട് കരിമ്പുലിക്ക് വിശ്രമമുള്ളൂ. വർഷങ്ങളായിട്ടുള്ള പ്രതികാരമാണ്. ഇനി അവന്റെ അവസാനമാ. എടാ മഹാദേവ, ഞാൻ എത്തിക്കഴിഞ്ഞു. നിന്റെ കാലൻ കരിമ്പുലി ഒരടി മുന്നോട്ട് വെച്ചാൽ 100 അടി കടന്നിരിക്കും. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. എന്നോടല്ല. യെസ് സർ. നമസ്കാരം സാർ. ആരാടോ? അയ്യോ, വലിയ അബ്കാരി കോൺട്രാക്ടറാ. കൊളപ്പുള്ളി കറിയാച്ച. ഇവിടെ ആര് വന്നാലും ആദ്യത്തെ സമ്മാനം എന്റേതായിരിക്കും. സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ കൊളപ്പുള്ളി കറിയാച്ചനൊന്ന് ഫോൺ ചെയ്താൽ മതി. എന്താടോ? പോർനാ എണീക്കടോ. പിന്നെ നിന്റെ അപ്പം കൊണ്ടുവരാ. ഞാനിപ്പോ കൊണ്ടുവരാ. അപ്പൊ സാറതിന്റെ ആളാണല്ലേ? ഈ പീസ ഏതാടോ? എന്റെ ഭാര്യ. അല്ല, എന്റെ ഭാര്യ അല്ല എന്ന് പറയാൻ വരികയായിരുന്നു. എന്താണ് നിന്റെ പേര്? ശോശാമ്മ. അറിയാം. പരാതിയിലുണ്ടായിരുന്നു. എന്താ നിന്റെ പരിധി? അല്ല, പരാതി. എന്റെ ഭർത്താവ് പോയി. എവിടെ പോയി? കടലിൽ പോയി. തട്ടിപ്പോയോ? അല്ല സാറേ, 2 ദിവസമായി കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. മീൻ പിടിക്കാൻ പോയതാണല്ലേ? 2 ദിവസം കൂടി പച്ചക്കറി കഴിക്കൂ. പോയിക്കോ. എടീ, മഹാദേവനും തീവ്രവാദികളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയാമോ? ഒരു ബന്ധമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലേ? ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഈ പേജർ വാണിഭത്തെ കുറിച്ച് നിനക്കറിയാമോ? മഹാദേവന്റെ പേജർ ഉണ്ടോ? ഉണ്ടാകും. ഉണ്ടാവും ഉണ്ടാവും. പേടിച്ചു പോയി. വത്സല, ഞാൻ സ്റ്റേഷനിൽ പോവാ. അപ്പൊ ചായ കുടിക്കണില്ലേ? ചായ ഒന്നും വേണ്ട. റേഷൻ കഴിക്കാനല്ലല്ലോ അവള് പറഞ്ഞു, ചായ കുടിക്കാനല്ലേ. എനിക്കല്പ ധൃതിയുണ്ട്. എന്ത് ഇത്ര ധൃതി? പുതിയ CA വന്നോണ്ടാണോ? അതുകൊണ്ടൊന്നും അല്ലടി. നിന്റെ പുന്നാര മോനെ കണി കണ്ടേച്ച് പോയാ നോക്കിയേ. ഇനി ആശുപത്രി കൊടുക്കാൻ എന്റെ കാശില്ല. നീ പോയാ പണ്ടാര എഴുന്നേറ്റോ നോക്ക്. എന്തിനാടാ ഇങ്ങനൊക്കെ പറയണത്? അവൻ നിന്റെ മോനല്ലേ, കരക്കാരുടെ അല്ലല്ലോ. അമ്മ, അവൻ എന്റെ മോൻ തന്നെ അല്ലയോടി. പക്ഷെ ഞാൻ പുറത്തേക്ക് പോകുമ്പോ അവനെ കണി കണ്ടേച്ച് പോയാ അമ്മ തന്നെയല്ലേ ഇന്നലെ എനിക്ക് മരുന്ന് ഉരുട്ടി തന്ന്. അവന് ഞാനും 3 ആളാ തമ്മിൽ ചേരില്ല. എന്ന് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും അവന്റെ തിരുമുഖം കണി കണ്ടേച്ച് പോയാ അന്ന് എന്തെങ്കിലും അപകടം ഉറപ്പാ. ഇന്നലെ ഒരു പാണ്ടി ലോറി ഇങ്ങനെ തേച്ചാ പോയത്. നീ പോയി അവനെ എഴുന്നേറ്റോ നോക്കടി. അവൻ ഇപ്പോഴൊന്നും എഴുന്നേറ്റില്ല. പൊക്കളെ. ഓ, ഷർട്ട് മറന്നു. കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത കാലം മറന്നു. ആ കാലമടങ്കാരൻ അവിടെ ചെന്ന് ഉറങ്ങാനും പറ്റിയല്ല. ക്രിക്കറ്റ്. അയ്യോ, ജമ്മം പാഴ്. ആ മുഖം കണ്ടു.
സോറി ഏട്ടാ. എന്തൊരു ഗ്രഹപ്പഴയാണിത്. വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല ഏട്ടാ. എങ്ങനെ ഉണ്ടാകും? എന്റെ മോന്റെ മുഖം കണ്ടിട്ടല്ലേ ഇറങ്ങിയത്. ബ്രേക്ക് ഉണ്ടെങ്കിലും അത് പൊട്ടും. വൈകരുതല്ലോ എന്ന് കരുതി ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ചേട്ടൻ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ CI കാരണം എനിക്കൊരു മിമിക്രി പരിപാടിക്ക് പോകാൻ പറ്റുന്നില്ല. പറവൂർ ഒരു ക്ലബിന്റെ വാർഷികം, കോതമംഗലം പള്ളിയിൽ, പിന്നെ ഒരു ഫൈനാൻസ് സൊസൈറ്റി, എല്ലായിടത്തും ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു പോയി. തിരിച്ചു കൊടുക്കാനാണെങ്കിൽ എന്റെ കയ്യിൽ കാശുമില്ല. ഇതൊരു വലിയ കോടാലിയായി മാറിയേട്ടാ. ചേട്ടൻ സഹായിക്കണം. നീ വാ. സൈക്കിള് സൈക്കിൾ സോറി, ബ്രേക്ക് ഇല്ലായിരുന്നു ചേട്ടാ. നമ്മുടെ സുവർണ കാലഘട്ടമെല്ലാം മൺമറഞ്ഞിടേ. രാവണനല്ലേ വന്നിരിക്കുന്നത്. രാമനും ലക്ഷ്മണനും ഔട്ട്. ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. ഒരു 50 രൂപ കിട്ടെങ്കിൽ കൊള്ളായിരുന്നു. എന്തിനാ? ഫ്രണ്ട് ബില്ല് ഇത്തിരി അറടിക്കാനാ. ഊതി അടിച്ചാ മതിയടാ. സാറേ എന്നെ എങ്ങനെങ്കിലും ഒന്ന് ലോക്കപ്പിൽ കയറ്റണേ. നിന്നെ ഇനി തിരിച്ച് ലോക്കപ്പിൽ കയറ്റാനോ? നിന്നെ ഇറക്കി വിട്ടവരെ അങ്ങേര് അറിഞ്ഞാ ഞങ്ങൾ രണ്ടും സ്റ്റേഷന്റെ പുറത്താവും. അതിരിക്കട്ടെ, മറ്റവന്മാരെവിടെ? അവന്മാര് മാർക്കറ്റിൽ കറങ്ങി നടക്കുക. അമ്മരോട് പറഞ്ഞേരെ സ്റ്റേഷന്റെ പരിസരത്ത് കണ്ടുപോരുന്ന്. പിന്നെ ഞങ്ങൾ എവിടെ കയറി കിടക്കാനാണ്? പിന്നെ എന്റെ വീട്ടിൽ കൊണ്ട് കിടത്താം. പോയി റെയിൽവേ സ്റ്റേഷനിൽ കിടക്കടാ. ഓ, അവിടെ ഭയങ്കര കൊതുകാണ് സാറേ. ഒരു കൊതുകോലായിട്ട് തരാടാ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പുതുതായി ഒരു പോക്കറ്റ് അടി നടത്തി നീ ലോക്കപ്പിലേക്ക് വാ. പക്ഷെ ഇത് പഴയ പോലെ ആയിരിക്കില്ല. ആ കാലമാടന്റെ ഇടി കൊണ്ടാ നിന്റെ +2 തെറിച്ചു. അത് ശരി. അപ്പൊ ഞങ്ങൾ വഴിയാധാരമായി. ഇതിനു മുമ്പ് അങ്ങനെ തന്നെ അല്ലായിരുന്നോ? പോ ചെല്ല്. പോ. പോക്കറ്റ് അടിയാ. നല്ല കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന അത് പോയി കിട്ടി. എന്ത് ഡീസന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ടിരുന്ന പിള്ളേരായിരുന്നു. അവനോട് 50 രൂപ ചോദിച്ചു നോക്കിയാലോ? നിന്നെ ആരാടാ പോലീസിലെടുത്ത്? വാ. നീ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് അല്ല, ഒഴിപ്പിക്കോ? എനിക്ക് ഈ വഴിയാ പോകേണ്ടത്. നീ ഇത് ഒഴിപ്പിക്കോ? ഈ വഴിയാ പോകേണ്ടത്. നീ ഇത് ഒഴി പോടാ. ബ്രേക്ക് ഉണ്ടായിരുന്നില്ല സാറേ. എടാ ദാസപ്പ, അവന് പെണ്ണ് വേണ്ട, കള്ള് വേണ്ട, പണം വേണ്ട. CI മഹാദേവൻ. അവനാര്? മഹാബലിയുടെ അനിയനോ അതോ മഹാവിഷ്ണുന്റെ ചേട്ടനോ? എന്താ ഏട്ടാ പ്രശ്നം? എടാ ദാസപ്പ, എന്റെ സ്വാതന്ത്ര്യം പോയി, പ്രസ്റ്റീജ് പോയി, ഇപ്പൊ വരുമാനവും പോയടാ. നിനക്കറിയോ, സർവീസ് കയറിയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ പണം കൊടുത്ത് ഞാൻ കുടിച്ചിട്ടില്ല. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ചേട്ടൻ പരമവാസാണെന്ന്. നീ പണിയാതെ പറയണ കേക്കടാ. ഇപ്പൊ ഞാൻ എന്റെ പണം കൊടുത്താ കുടിച്ചോണ്ടിരിക്കുന്നത്. ഇതിന്റെ നഷ്ടം നിന്റെ തണ്ട അല്ല, ഒറ്റ തണ്ട നോത്തൂടാ. സ്വർഗപ്പൂങ്കാവനം പോലെ കിടന്നിരുന്ന എന്റെ സ്ഥലം കേവലം പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയില്ലടാ അവൻ. ഈ മഹാദേവൻ വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ധനികനാണെന്ന് നിനക്കറിയോ? ഇപ്പൊ ഒക്കെ പോയി. അവനെ വീറപ്പനെ കൊണ്ട് റാഞ്ചിക്കും. ജനകം പറ്റില്ലടാ നഷ്ടങ്ങള്. എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? ശ്രീരാമന് ലക്ഷ്മണനെ പോലെ നീ എന്റെ ആത്മാർത്ഥ അനുജനല്ലേ. നീ എന്നെ സഹായിക്കണം. അവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു. അവന്റെ സിനിമ ഭ്രാന്ത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഞാനൊരു മിമിക്രിക്കാരെന്ന് ചേട്ടൻ അറിയാലോ. ആരുടെ ശബ്ദം വേണമെങ്കിലും ഞാൻ അനുകരിക്കും. അയാളുടെ മുമ്പിൽ ചെന്ന് മിമിക്രി കാണിച്ച് സസ്പെൻഷൻ വാങ്ങിക്കാനുള്ള പ്ലാനാണോ? അല്ല ചേട്ടാ, അയാൾ പ്രിയദർശന്റെ മോഹൻലാലിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കല്ലേ. അതിന് നിനക്ക് അയാളെ കോടാശ്ശേരി വനത്തിലേക്ക് കയറ്റി വിടാൻ പറ്റുമോ? കോടാശ്ശേരി വനോ? ആ, യോ, അവിടെയല്ലേ 2 ആൾക്കാരെ ഇന്നാളെ ആന ചവിട്ടി പീച്ചിയത്. പീച്ചട്ടടാ. നിനക്ക് അയാളെ അവിടെ എത്തിക്കാൻ പറ്റുമോ? അത്ര ഉള്ള കാര്യം. അത് വെരി ഈസിയാണ് ചേട്ടാ. നമുക്ക് HD ബുത്തരൊന്ന് പോവാം. ആരെ വിളിക്കാൻ? അത് സസ്പെൻസ്, ഇത് എക്സ്പെൻസ്. ചക്കവർത്തത്. ഇവരുടെ അടുത്തുള്ള സ്കൂളില് മലയാളം പറഞ്ഞ 10 രൂപ ഫൈനാ. ഹലോ മോളെ, അച്ഛനുണ്ടോ? ഞാൻ സംവിധായകൻ പ്രിയദർശന. അച്ഛനെ വിളിക്ക്. അച്ഛാ, ഡയറക്ടർ പ്രിയദർശൻ വിളിക്കുന്നു. പ്രിയദർശന? ഹലോ, ഞാൻ CI മഹാദേവനെ സംസാരിക്കുന്നേ. ഞാൻ ഡയറക്ടർ പ്രിയന. ഹലോ, പ്രിയത എവിടെ വിളിക്കുന്നേ? ഞാനിവിടെ ബോംബെന്ന്. ബോംബെ? എന്താ വിശേഷം? എനിക്ക് സാറിനെ കൊണ്ടൊരു സഹായം വേണമായിരുന്നു. എന്നെ കൊണ്ടൊരു സഹായോ? ഡയറക്ടർ പ്രിയദർശന? എന്നെ സാറിനൊന്നും വിളിക്കണ്ട പ്രിയ. ഞാൻ പഴയ മഹാദേവൻ തന്നെയാണ്. എന്താ കാര്യം? ഞാൻ അടുത്ത മലയാള പടത്തിന്റെ ഷൂട്ടിങ്ങിന് വരുന്നത് കോടാശ്ശേരി മലയിലാണ്. ഷൂട്ടിങ്ങോ? കോടാശ്ശേരി മല എന്റെ സർക്കിൾ പട്ടാണ്. ഞങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റി വേണം. എന്ത് വേണമെങ്കിലും തരാം. തന്നെയുമല്ല, സാറിതിൽ അഭിനയിക്കുകയും വേണം. ഞാൻ അഭിനയിക്കണോ? ഞാനും പ്രിയനൊക്കെ പണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടേ. ഞാൻ നാളത്തെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. എന്റെ കൂടെ മിസ്റ്റർ മോഹൻലാൽ ഉണ്ട്. ഞാൻ വിളിക്കാം. ലാലേ, ദാ മഹാദേവൻ സാർ വിളിക്കുന്നു. എന്താ സാറേ? ഞാൻ മോഹൻലാലാ. സുഖം തന്നെ അല്ലേ? ലാൽ ധൈര്യമായിട്ട് വന്നോ? ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ ഏറ്റി. ഞാൻ പ്രിയന് കൊടുക്കാം. നാളെ ഞങ്ങളെത്തും. മറ്റന്നാളാ ഷൂട്ടിങ്. സാർ അവിടെ വന്നാൽ നമുക്കൊന്ന് കൂടാം. എങ്കിൽ നാളെ വരുമ്പോ പോലീസ് സ്റ്റേഷൻ വരാം. വേണ്ട, നാളെ സാർ ഒറ്റയ്ക്ക് വന്നാൽ മതി. പോലീസ് ഫോഴ്സ് മറ്റന്നാൾ മതി. അല്ല, പ്രിയനൊന്നും വിചാരിക്കരുതേ.
എന്റെ റോൾ എന്താണെന്ന് അറിഞ്ഞാ ആ, അത് വേഷം എന്താണെന്നോ? അത് ആദിവാസികളുടെ കഥയാ. മോഹൻലാൽ സാറും ഒക്കെ ആദിവാസികളാ. ഞാൻ ലാലിന്റെ കൂടെ. അതെ സാർ. അപ്പൊ നാളെ ഞാൻ അവിടെ എത്തിയിരിക്കും. ഓക്കെ പ്രിയ, ഓക്കെ. ഇടി ആദിവാസികളുടെ കഥയാ. മനസ്സിലായി? 8 ഹിന്ദി പടവാ പ്രിയം ചെയ്യാൻ പോകുന്ന. പ്രിയദർശൻ നല്ല ഡയറക്ടറാ. ശരിക്കും നാഷണൽ അവാർഡ് കിട്ടേണ്ട ആളാ. അതെന്താ? നിങ്ങൾക്ക് പറ്റിയ വേഷമാ തന്നിരിക്കുന്നത്. ആദിവാസി. രാവിലെ വരുമ്പോ എന്റെ പുന്നാര മോന്റെ മുഖം കാണാൻ ഇടവരുത്തേ. അവൻ ഇവിടെ ഒന്നുമില്ല, പുറത്തേക്ക് പോയി. ഓ, നിനക്ക് എന്നെ മുറിയിലിട്ട് ഞാൻ പൂട്ടായിരുന്നില്ലേ? കണ്ടോ അവൻ പുറത്തേക്ക് പോകുന്നത്? നീ ഒന്നും കാണില്ല. എന്റെ ഡെഡ് ബോഡി കാണുമ്പോഴേ നിനക്ക് തൃപ്തിയാവും. സാറ്റിസ്ഫാക്ഷൻ. മനുഷ്യരായ എന്നെങ്കിലും മരിക്കും. ഇന്ന് നീ, നാളെ ഞാൻ. അതൊന്ന് തിരിച്ചിട്ടൂടെ? ഇന്ന് നിങ്ങള്, നാളെ ഞാൻ. ഓ, എന്തൊരു വേദാന്തം, വേതാള തള്ള. മോനെ ഫൽഗുണ. പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നെ പുറകിന്ന് വിളിക്കരുത്. എടാ, നിന്റെ മോൻ ഫൽഗുണം പാലിന് പോയിട്ട് കണ്ടില്ല, അതാ വിളിച്ചത്. ഞാൻ അവനെ കാണരുത് എന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ നിൽക്കുക. നിങ്ങൾ എന്തിനു പാല് കുടിക്കുന്നു? ദിവ്യ ഉണ്ണിയാവാനോ? ദൈവമേ. അനിയ, എന്റെ മോനെ എവിടെ കാണും? കണ്ടോ? അപ്പുറത്തുണ്ട്, വിളിക്കണോ? വേണ്ട വേണ്ട, ഞാൻ കണ്ടോളാം. ഓ ശരി. ഓ, അങ്ങോട്ട് പോവാനും വയ്യല്ലോ. എന്താ ചെയ്യ? ഇനി ആ നശിപ്പിന്റെ മുഖം കാണണ്ടല്ലോ. സോറി സോറി. അച്ഛാ, ഇരുത്താൻ കല്ല് കൈകൊണ്ട് തുടങ്ങി. പോയി 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 പോയി. കേറിക്കോ കേറിക്കോ. ഡിവൈഎസ്പി സാർ ആള് മോശമല്ലല്ലോ. കൂടെയുള്ളത് വൈഫാണ്. ഫേമസ് അല്ലേ? സൈറ്റ് പോസ്റ്റ് കണ്ടിട്ട് വാടാനപ്പള്ളി വാസന്തിയാണെന്ന് തോന്നുന്നു. കള്ളൻ. ആൾ താമസമില്ലാത്ത ഹോട്ടലിൽ നോക്കി ഹാഫ് ബോയിലോട്ട് ഇറങ്ങിയിരിക്കുക. അസിഐ മഹാദേവനെ കൊടുക്കാൻ ഒരു വകുപ്പുണ്ട്. ഹലോ സർ, HC സൽഗുണാണ്. എന്താണോ? ഡയറക്ടർ പ്രിയദർശൻ സാറ് വിളിച്ചിരുന്നു. സാറ് കാസിനോ ഹോട്ടലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പ്രിയദർശനോ? കാസിനോ ഹോട്ടലോ? റൂം നമ്പർ എല്ലാം പറഞ്ഞോ? 504. 504. ഓക്കെ, ഞാൻ പോയേക്കാം. പൗഡർ കേട്ട് പ്രിയദർശനെ കാണാൻ പോവാ. ഇപ്പൊ 504 കയറും. അപ്പ കാണാൻ കളി ഒട്ടിക്കാതെ മാറിയില്ലേ? 504. പ്രിയ, എന്താണോ? ചേച്ചിയുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഡയറക്ടർ പ്രിയദർശന്റെ മുറിയാന്ന് കരുതി. സോറി സാർ. ഏത് റൂമാണെന്നാ പറഞ്ഞേ? 504 പറഞ്ഞു. 504 എന്റെ മുറിയാണല്ലോ. റൂം തെറ്റിയതായിരിക്കും. അതെ സാർ. ആ, ഇനി ഇയാളാണോ അവളെ സപ്ലൈ ചെയ്തത്? അതെ, വരുന്നു. ഐ ലവ് യു. അല്ല, ചേട്ടൻ 12 മണിക്ക് പത്തനംതിട്ടയ്ക്ക് പോണെന്ന് പറഞ്ഞിട്ട്? അല്ല സുമതി, അളിയനെപ്പോ വരും? പുള്ളിക്കാരൻ പ്രസാദം വാങ്ങി ഇപ്പൊ വരും. ചേട്ടനെ നിൽക്കണ്ടേ, പോയിക്കോ. ഇല്ല, ഞാൻ അളിയൻ വന്നിട്ടേ പോകുന്നുള്ളൂ. എന്താ മഹാദേവ കാലത്തെ? ചേച്ചി ഒന്ന് കാണാമെന്ന. എന്താ വിശേഷിച്ച്? അല്ല, ഇന്നലെ ഞാനത് അറിഞ്ഞില്ല. സോറി. എന്ത്? സാറെന്താ വിചാരിച്ചെന്നറിയില്ല. ചേച്ചിയോട് വല്ലതും പറഞ്ഞോ? എന്താ താൻ പറയണേ? അല്ല, ഇന്നലത്തെ സംഭവേ. ഇന്നലെയോ? എന്ത്? അല്ല, ഹോട്ടൽ റൂമിൽ വെച്ചേ. സത്യത്തിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല ചേച്ചി. ഹോട്ടൽ റൂമിലോ? അല്ല, ഞാൻ വന്ന അബദ്ധത്തിൽ വാൽ പറഞ്ഞില്ലേ. സത്യത്തിൽ ചേച്ചിയോട് എനിക്കറിയില്ല. ഞാനോ? ചേച്ചി, ഞാൻ ഇന്നലെ ഹോട്ടൽ റൂം 504 വന്നപ്പോ. 504? അല്ല, ചേച്ചി സാറും കൂടി ഇന്നലെ റൂം എടുത്തിരുന്നല്ലോ. സാറിന്റെ കൂടെയോ? അതേത് ചേച്ചി? ഹോട്ടൽ കാസിനോ, റൂം നമ്പർ 504. ഇന്നലെ ഉച്ചക്ക് ചേച്ചി. ഓ, കളിയാക്കല്ലേ ചേച്ചി. ഇന്നലെ രാവിലെ പത്തനംതിട്ടയ്ക്ക് പോണോന്നും പറഞ്ഞ് പോയതാണല്ലോ.
ചേച്ചി ഞാൻ ആകെ ടെൻഷനില്ല. എന്നെ ഒന്ന് സഹായിക്കണം. സാർ എന്നെ തീർച്ചയായും തെറ്റിദ്ധരിച്ചു കാണും. അല്ല, ആരായാലും തെറ്റിദ്ധരിക്കും. ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ ഒരു കോമൺ സെൻസും ഇല്ലാതെ വാതിൽ തുറന്നു വരുന്നത് തെറ്റാണ്. ചേച്ചി പ്ലീസ്. ചേച്ചി ഞാനിവിടെ ഒന്ന് പറഞ്ഞത് സാറിനോട് പറയണ്ട. ഇല്ല പറയില്ല. ഓ. മഹാദേവൻ പൊയ്ക്കോ. ഓ ഹോ, ഒരു തെറ്റിദ്ധാരണ മാറി. സാർ എന്നെ വഴിയിൽ വെച്ച് കണ്ടത് എന്തായാലും നന്നായി. എന്താ സാറിനെ പോലെ ഒരു ഓഫീസറെ സഹായിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായല്ലോ. സൽഗുണന്റെ വീട്ടിൽ വന്നിട്ടില്ല. അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല സാർ. എന്നാ വാ. ഭയങ്കര ക്ഷീണം. ക്ഷീണം കാണണമല്ലോ. സാർ ഒരു മിനിറ്റ് സാർ. അതെ, ഇന്നലെ കാസിനോ ഹോട്ടലിലേക്ക് മഹാദേവൻ സാർ വന്നത് സാറിനെ മനഃപൂർവ്വം നാറ്റിക്കാനായിരുന്നു. എന്നെ നാറ്റിക്കാനോ? എന്തിന്? അല്ല, മറ്റതകത്തുണ്ടായിരുന്നല്ലോ. മറ്റതോ? ഹാഫ് ബോയിൽഡ്. ഹാഫ് ബോയിൽഡോ? അയ്യോ, പതുക്കെ പറയൂ സാർ, കൊച്ചമ്മ ശ്രദ്ധിക്കുന്നു. താൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ച് പറയണോ? ഒന്നും അറിയാത്ത പോലെ. ഇതിനൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവരട്ടെ. ആ സാധനത്തിന്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കല്ലേ പറ. അതെന്റെ സിസ്റ്റർ ആയിരുന്നു. സിസ്റ്റർ ആയിരുന്നു. സസ്പെൻഷൻ ഉറപ്പാ. ഓ, ഡിസ്മിസലും ആവും. ഫയലിംഗ് എടുത്തേ. ഓ ഇതാര്? മമ്മിയുടെ ബർത്ത്ഡേയാ. അറിയാം. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടില്ല. ആഹാ, അച്ഛൻ അമ്മയ്ക്ക് എന്താ പ്രസന്റ് കൊടുക്കാൻ പോകുന്നേ? അതൊക്കെ മോള് കണ്ടോ? സാർ ഫയൽ. ഹലോ പോലീസ് ഓഫീസറെ, കഴിഞ്ഞ 3 ബർത്ത്ഡേക്ക് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് വന്നേ പറ്റൂ. ശരി. ശരിന്ന് പറഞ്ഞാ പോരാ, ചേട്ടൻ വന്നിട്ടേ ഞങ്ങൾ ആഹാരം കഴിക്കൂ. ഉച്ചക്ക് 1 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ എത്തിയിരിക്കും. പോരെ? ഓക്കെ മോളെ. ഓക്കേ. അങ്കിളും വരാട്ടോ. വേണ്ട. കൊച്ചിന്റെ ഒരു തമാശ. സാർ, ഏതോ സിനിമാ കമ്പനിക്കാർ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിരുന്നു. ഷൂട്ടിങ്ങോ? എവിടെ? ആ സഹകരണ ബാങ്കിന്റെ മുൻവശത്ത്. ആരാ ഡയറക്ടർ? ഡയറക്ടർ ആലോചിച്ച് സമയം വേണ്ട. സെക്യൂരിറ്റി കൊടുക്കാനോ പറഞ്ഞില്ലേ? സാറ് വന്നിട്ട് ചോദിച്ചിട്ട് പറയാമെന്ന് കരുതി. എന്നാ ഞങ്ങൾ വെക്കട്ടെ സാർ. വേണ്ട വേണ്ട വേണ്ട. ഷൂട്ടിംഗ് സ്പോട്ടിലൊക്കെ ഞാൻ പോയിക്കോളാം. ആരാ ഹീറോ? സുരേഷ് ഗോപി. ഹീറോയിനാ? മനീഷ കൊലയാളിയാണെന്ന് തോന്നുന്നു. മനീഷ കൊലയാളി അല്ല സാർ, മനീഷ കൊരാള. വണ്ടി എടുക്ക്. അപ്പൊ ഉച്ചക്ക് വീട്ടിൽ പോയി ചോറിനെന്ന് ഭാര്യയോട് പറഞ്ഞു. ഷൂട്ടിംഗ് കുഴപ്പ. ഊണ് വർക്ക് എവിടെ പോയി? ഒന്നല്ല സാർ, അത്യാവശ്യമായിട്ട് എന്റെ അമ്മൂമ്മ മരിച്ചു. അല്ല, അമ്മൂമ്മ മരിച്ചിട്ട് അത്യാവശ്യമായിട്ട് അവൻ വീട്ടിലോട്ട് പോയി. സാർ സാർ സാർ, അവർ ഷൂട്ടിംഗ് പറ്റില്ല സാർ. അവർ ബാംഗ്ലൂരിലേക്ക് സ്ഥലം വിട്ടു. പുറത്തായ പ്രശ്നം നടക്കുക. എന്താ ചിരിക്കുന്നത്? തുണിയിലാണ് പെട്ട. തുണിയില്ല, തുണിയില്ല സാറ്, തുണിയില്ല. അണ്ടർവെയർ കൊണ്ട് മുഖം മറക്ക, അല്ലെങ്കിൽ ആളറിയും. താൻ എന്തൊരു വെട്ടിത്തരാണോടോ കാണിച്ചത്? സസ്പെൻഷൻ ഓർഡർ അടിച്ചു കഴിഞ്ഞു. എന്ത് ഇമേജ് ആയിരുന്നു തനിക്ക്? അതെല്ലാം കളഞ്ഞു കുളിച്ചില്ലേ? എന്താണെന്ന് അറിയില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം അബദ്ധമായി പോകുന്നു സാർ. ആദ്യം തന്നെ സിനിമാ പ്രാന്തം നിർത്ത്. ഉത്തരവാദിത്തമുള്ള പോസ്റ്റ് ഇരിക്കുന്ന ഒരാൾക്ക് ചേർന്ന പണിയാണോ ഇത്? ആ, ചായ കുടിക്ക. കുടിക്കടോ. ഓപ്പറേഷൻ എത്ര മണിക്കാ? 8 മണിക്ക്. ഏകദേശം എത്ര മണിക്ക് ഡോക്ടർ ലക്ഷ്മി തിയേറ്റർ വിട്ടിറങ്ങും? 1 മണിക്കൂർ. മൈനർ ഓപ്പറേഷൻ അല്ലേ? ഉടനെ നീ എന്നെ വിവരം അറിയിക്കണം. പേഷ്യന്റിനെ തിയേറ്ററിൽ നിന്ന് IC യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ IV മോർഫിൻ ഇഞ്ചക്ട് ചെയ്തിരിക്കണം. പേഷ്യന്റ് മരിച്ചുപോലെ. മരിക്കാനാണല്ലോ ചെയ്യുന്നത്. പഴി ലക്ഷ്മിയുടെ തലയിൽ വരും. ലക്ഷ്മിക്ക് പിന്നെ ഉടനെ സർജറി ചെയ്യാൻ പറ്റില്ല. കാഷ്വാലിറ്റി എന്റെ കൺട്രോളിൽ വരും. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കിട്ടിയില്ല കേട്ടോ. ഡോക്ടർ വില്യം സാരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന കേട്ടു. ആകെ പ്രശ്നമാണ്. ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വീട്ടിലില്ലെന്ന് തോന്നുന്നു. മഹാദേവൻ സാറിനെ എങ്ങനെയെങ്കിലും വിവരം അറിയിക്കണം. എനിക്ക് ട്രെയിനിന് സമയമായി. ഞാൻ പോട്ടെ.
ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞ വീട്ടിലേക്ക് പോയി. റാണി നഴ്സോ? സെക്കൻഡ് ഫ്ലോറിലുണ്ടാവും. എന്താണ് ഇയാൾ എന്നെ കയറി പിടിച്ചു? ഞാനൊന്നും ചെയ്തില്ല. ഡോക്ടർ ഡോക്ടർ അവിടെ ആകെ ബഹളമാണ്. സിസ്റ്റർ ആണ് അയാൾ കയറി പിടിച്ചു. ഡോക്ടർ ലക്ഷ്മിയുടെ ഭർത്താവ്. മഹാദേവൻ സാറോ? നാണക്കേടായല്ലോ. സാറിന് വേഗം വാ. എന്താ എന്താ പ്രശ്നം? എന്താ ഈ ഓപ്പറേഷൻ ചെയ്ത് നടക്കുന്ന രോഗിയെ കൊല്ലാൻ പോകുന്നതായിട്ട് ഞാൻ കയറി പിടിച്ചതാണ്. ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നത്? അതെങ്ങനെയാ മിസ്റ്റർ? ഉറങ്ങിക്കിടന്ന ഡോക്ടർ ഞാനിപ്പോ വിളിച്ചോണ്ട് വന്നേ. പാവം ലക്ഷ്മി ഡോക്ടറാണെന്ന് കരുതി പിടിച്ച റാണി ആയിപ്പോയി. ഇത് നിങ്ങളുടെ വൈഫിന്റെ ഹോസ്പിറ്റലല്ലേ, കുറച്ചുകൂടി മാന്യമായി പെരുമാറമായി. നിങ്ങൾ കാര്യം പറയാൻ സംസാരിക്കുന്നത്. ഓ കോപത്തിന് കുറവില്ല. ഇയാളെ പറ്റി പോലീസ് ഏൽപ്പിക്കണം. പോലീസുകാർക്ക് എന്തും ചെയ്യാലോ. നീ കൊല്ലാൻ ശ്രമിച്ചത് തലക്ക് പറ്റാതെ ഇയാൾ കൂടുതൽ വർത്തമാനൊന്നും പറയണ്ട. കുറച്ചു നേരത്തെ റാണി എന്തിയെന്ന് ഇയാൾ എന്നോട് തിരക്കിയത്. ഇതിനു മുൻപ് ഇയാൾ എന്നോട് പല വൃത്തിയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇവള് ശരിയല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഇനി കൂടുതൽ വർത്തമാനൊന്നും പറയണ്ട. കാര്യം ഞങ്ങൾക്ക് പിടിയിട്ട് എന്നെ കൊണ്ട് സംസാരിപ്പിക്കും. ഞാൻ എന്താ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ എന്നെ ലക്ഷ്മി ഡോക്ടർ ഭർത്താവ് വിളിച്ചോട് പോവാൻ നോക്ക്. ഇത് വളരെ ചീപ്പായി പോയി. പാടി